ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്ക് 8ൻ്റെ പണി കിട്ടിയൊരു കേക്കാണിത്. അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുകയും ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളം എന്നുള്ള ഓപ്ഷനിലും കൂടെ ആക്കി വയ്ക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്കിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടോപ്പ് ഫോർവേഡ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹൈറ്റുള്ള ഒരു കേക്ക് ഞാൻ എടുക്കാൻ നോക്കണേ. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ നന്നായിട്ട് നല്ല ഹൈറ്റുള്ള കേക്ക് ടിനാണിത്. അപ്പോഴാണ് നമ്മൾ തല തിരിച്ച് കേക്ക് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ടിരിക്കുക. ഇതൊരു തല തിരിഞ്ഞ കേക്കാണല്ലോ. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യണത് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന ഫ്ലേവർ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. ഞാനിപ്പം ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സാൾട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് തന്നെ നല്ല ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ പതുക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കേക്ക് നമ്മൾ ചെയ്യണത് ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ആയിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു പാത്രം വെച്ച് അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് പാത്രം അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രീഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രീഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി കേക്ക് ബാറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. കയ്യിലൊന്നും ശകലം പോലും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം കേക്ക് കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് ചൂട് മാറട്ടെ. ഇപ്പോൾ കുറേ നേരമായി നമ്മുടെ കേക്കിൻ്റെ ചൂട് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കേക്കും കട്ട് ചെയ്യണ പോലെ ലെയർസായിട്ട് 3 ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഇത് മറ്റൊരു രീതിയിലാണ് കട്ട് ചെയ്യണത്. പക്ഷെ വേണമെങ്കിൽ നമ്മൾ എല്ലാ കേക്കും കട്ട് ചെയ്യണ പോലെ തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തലകുത്തനെ വേണമെങ്കിൽ നിർത്താം. പക്ഷേ അതിനെക്കാട്ടി സേഫ് ഞാനിപ്പം ചെയ്യാൻ പോണ രീതിയിലാണ് കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുമ്പോഴൊക്കെ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ കേക്ക്. അപ്പം നമുക്കങ്ങനെ തലകുത്തനെ നിർത്തി വെക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവും. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ സ്പോഞ്ചാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ഒക്കെ ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് കേട്ടോ.
ആദ്യം കണ്ട കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. കാരണം ഈ കേക്ക് നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഷേപ്പിലിരിക്കണം. തല കുത്തി വയ്ക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് കേക്കുകളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ ഇത് മറ്റ് കേക്കുകളെ പോലെ അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളുടെ സ്പോഞ്ച് അത്യാവശ്യം ഇത്തിരി കട്ടിയിരുന്നാലും നല്ലത് തന്നെയാണ്. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവുകയാണെങ്കിലും നമ്മളിങ്ങനെ തല കുത്തനെ വെക്കുമ്പോഴുണ്ടല്ലോ വീഴാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മുടെ കേക്ക് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ സോഫ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ ഒരു കേക്കിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടൊരു കാൽ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റണം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടോ അത്യാവശ്യം സോഫ്റ്റ് ഉള്ളത്? ഈ പീസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് വെറുതെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. അപ്പം ഇത് ഒരേ സൈസിലൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം 4 or 5 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ പീസ് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മളെടുത്ത് മാറ്റിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഏത് ഭാഗം വെക്കണമെന്ന് പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഐസിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഇങ്ങനെ അനങ്ങാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റാത്തത്. മാത്രമല്ല നല്ല ഷേപ്പും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഇങ്ങനെ എടുത്തങ്ങ് പ്ലേറ്റിലേക്ക് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഷുഗർ സിറപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നീളത്തിലാണ് ഇങ്ങനെ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ക്രീം. കാര്യം നമ്മൾ മറ്റ് കേക്കുകൾ ചെയ്യുന്ന പോലെയല്ല, ഇത് നന്നായിട്ട് തന്നെ ലെയർ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അടിയിൽ. നമ്മൾ ഈ ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഐസിങ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിത് വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഇങ്ങനെ എടുത്തിട്ട് ഈ അടിയിലിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് തന്നെ അടിയിലാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ പീസിനോട് ചേർന്നിരുന്ന അടുത്ത പീസുകളുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണം എന്നുള്ളത് ആലോചിച്ചിട്ട് വേണേൽ നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരേ ഷേപ്പിൽ അങ്ങ് വന്നോളൂ കേട്ടോ. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പീസ് വെച്ച് കൊടുക്കാം. അത് ഇങ്ങനെ എടുത്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണേ. ആദ്യത്തെ ലെയർ വെച്ച പോലെ തന്നെ നമ്മളിതും ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് നെക്സ്റ്റ് പീസ് വെച്ച് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സൈഡ്സും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത് ലാസ്റ്റ് ലെയറാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞ് ഇനി ഇത് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടയർ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെയും സ്റ്റിക്കർ ഇറക്കി കൊടുക്കാം കേട്ടോ. അതാകുമ്പം ഇങ്ങനെ അനങ്ങത്തൊന്നുമില്ല, നമുക്ക് നല്ല സേഫായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റിക്ക് കുത്തി കൊടുക്കണം. ഇതിപ്പം ഞാൻ സ്റ്റിക്കൊന്നും കുത്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് വലുതായിട്ട് അനങ്ങുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റിക്കൊന്നും കുത്തി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്കാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേറ്റീവ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് തിരിച്ച് വീണ്ടും മുകളിലേക്കാക്കി അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. താഴെ നിന്ന് മുകളിലേക്കാക്കി വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഒരുവിധം നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെക്കറേഷനാണ് ചെയ്യുന്നത്.
അങ്ങനെ ഇന്ന ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ന്യൂട്രൽ ഗ്ലേസ് ആണ്. ഇതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളർ 2-3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ട്രിപ്പ് ചെയ്യണ രീതിയിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. ഇത്ര ആക്കിയതിന് ശേഷം ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നീറ്റാക്കി കൊടുക്കുകയാണേ. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ റെഡ് കളറാക്കി സ്റ്റാർ നോസിലിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ അടിയിൽ ചെയ്യാനായിട്ട്. ഈ ബോർഡർ നമ്മൾ ഈ സൈഡിൽ മാത്രമേ ചെയ്യണുള്ളൂ, അടുത്ത സൈഡിൽ ചെയ്യണില്ല കേട്ടോ. മുകളിൽ പിന്നെ ആ റെഡ് കളർ തുടങ്ങുന്നിടത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊരു ബോർഡർ പോലെ അവിടെയും കൂടെ കൊടുക്കുന്നുണ്ട്. ന്യൂട്രൽ ഗ്ലേസിൽ റെഡ് കളർ ആക്കിയത് തന്നെ നമ്മളിത് ആ ഒരു ഡോട്ട് പോലെ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ തന്നെ താഴെ ഒന്ന് ഒരു ബോർഡർ പോലെ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ന്യൂട്രൽ ഗ്ലേസ് ട്രിപ്പ് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഷുഗറിൻ്റെ സ്റ്റാർസ് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റാർസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗോൾഡൻ ഷുഗർ ബാൾസ് കൂടി അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മളുടെ ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള വർക്കാണ്, ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നായി കേട്ടോ. പിറ്റേന്ന് ഞാൻ നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്ക് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വരെ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. ഇതൊന്ന് നമ്മൾ തലകുത്തി നിൽക്കുന്ന കേക്കായിട്ട് പോലും ഒന്ന് ഷേക്കാവി ഒന്നും ചെയ്യുന്നില്ല, നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സ്റ്റിക്കൊന്നും കുത്തി കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഞാൻ സുമേഷ് ചേട്ടനോട് പറഞ്ഞ് തമ്പനയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ സുമേഷ് ചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ബാക്ക് സൈഡ് നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേക്ക് ബോർഡ് ചരിച്ച് പിടിച്ചുകൊണ്ട് തന്നെ ക്യാമറ ഓണാക്കാനായിട്ട് നോക്കി. ക്യാമറ ഓണായി വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ കേക്ക് ഇതാ അടക്കുന്നു. എനിക്ക് 8ൻ്റെ പണിയും കിട്ടി. അപ്പോഴത്തെ എൻ്റെ വിഷമവും അവസ്ഥയും. ഈ ഇരിക്കുന്ന പാവം ഞാൻ. പിന്നെ പാവം സുമേഷ് ചേട്ടൻ്റെ മുഖം കണ്ടിട്ട് കരയണോ ചിരിക്കണോ എന്ത് വേണമെന്നറിയാൻ പറ്റാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥ. അപ്പം നമ്മുടെ കേക്ക് ടോപ്പ് ഫോർവേഡ് കേക്കായിട്ട് പോലും ഇങ്ങനെ മറിഞ്ഞ് വീണിട്ട് ലെയർസ് ഒന്നും ഇളകിയിട്ടില്ല. നമ്മൾ സ്റ്റിക്ക് പോലും വെച്ചിട്ടില്ലായിരുന്നു. അത്ര നീറ്റായിട്ടായിരുന്നു നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പം കേക്ക് ബോർഡ് ചരിച്ചതുകൊണ്ടുണ്ടായ അവസ്ഥയാണല്ലോ. അപ്പം ഞാൻ ആദ്യം കരുതിയത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കരുതി എന്തായാലും അപ്ലോഡ് ചെയ്യാം, എനിക്കോ ഇങ്ങനെ സംഭവിച്ചു, ഇനി ചെയ്യുന്ന നിങ്ങൾക്കെങ്കിലും നല്ലതുപോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഇങ്ങനെ അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ. ഞാൻ ഇത്രയും നാളും കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കേക്ക് മറിഞ്ഞ് വീഴുന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് പൊക്കിയെടുക്കാൻ നോക്കട്ടെ, ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയാം. എവിടെ എടുക്കണ്ടേ, എങ്ങനെ തുടങ്ങണ്ടേ എന്നൊക്കെയുള്ള ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. എൻ്റെ കേക്കിൻ്റെ അവസ്ഥ നോക്കിയേ. എന്തായാലും ഇങ്ങനെയൊക്കെ ആയെങ്കിലും നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ കേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സാഹസികമായ ഫോട്ടോസൊക്കെ എടുക്കാതിരിക്കുക കേട്ടോ. ടേസ്റ്റൊക്കെ നമ്മുടെ മറ്റ് കേക്കുകളെ പോലെ തന്നെ ഗംഭീര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ. നിങ്ങൾ ഏത് കേക്ക് ചെയ്താലും ശ്രദ്ധിച്ച് ചെയ്യുക, എനിക്ക് പറ്റിയ പോലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.